നമസ്കാരം. ഇന്ന് ഒരു കേരളീയ കലാരൂപമാണ് പരിചയപ്പെടുത്തുന്നത്. അത് പടയണി എന്ന കലാരൂപം. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവം എന്നോണം നടത്തിവരുന്ന സംഘടിതമായ കോലം തുള്ളൽ ആണ് പടയണി. കടമ്മനിട്ട, തിരുവൻവണ്ടൂർ, വെട്ടൂർ, മങ്കൊമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ദേവീക്ഷേത്രങ്ങളിൽ വർഷം തോറും പടയണി നടത്തിവരുന്നു. 20, 30, 40 കോലങ്ങളെ ഒരുമിച്ച് അണിനിരത്തുന്നത് കൊണ്ടായിരിക്കണം ഇതിന് പടയണി എന്ന പേരുണ്ടായത്. മേടമാസത്തിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കരക്കാർ ഒത്തുചേർന്നു ചിലപ്പോൾ മത്സരിച്ച് നടത്തുന്ന പടയണി 10 ദിവസത്തെ ഉത്സവമാണ്. ഇതിൻ്റെ ഭാഗമായി കളമെഴുത്ത്, പാട്ട് തുടങ്ങിയ പല ചടങ്ങുകളും നടത്തുന്നു. 4-ാം ദിവസം മുതൽ കോലം കെട്ടിക്കൊണ്ടുള്ള തുള്ളൽ ആരംഭിക്കുന്നു. കരക്കാരെല്ലാം ഒത്തുചേർന്ന് പടയണി നടത്തുന്നത് 8-ാം ദിവസമാണ്. അതിനിടയ്ക്ക് വേലകളി തുടങ്ങിയുള്ള മറ്റു പല അനുഷ്ഠാന കലകളും നടത്തും. 10-ാം ദിവസം ഭദ്രകാളിയുടെ കളമെഴുതി പാട്ട് നടത്തുകയും കളമഴിക്കുകയും ചെയ്യുന്നതോടുകൂടി ചടങ്ങുകൾ അവസാനിക്കുന്നു. ചടങ്ങുകളുടെ ദൈർഘ്യത്തിനും ഘടനയ്ക്കും പ്രാദേശികമായ വ്യത്യാസമുണ്ട്. കോലം തുള്ളുന്നതിന് ഉപയോഗിക്കുന്ന പാട്ടുകൾ പലതും പടയണിക്കും ഉപയോഗിക്കാറുണ്ട്. ദേവതാസ്തുതിപരങ്ങളും സാമൂഹിക സ്ഥിതിഗതികളെ വിവരിക്കുന്നവയുമാണ് ഈ പാട്ടുകൾ. തെയ്യത്തിലെന്ന പോലെ പടയണിയിലും വാദ്യമേളത്തിന് പ്രാധാന്യമുണ്ട്. തപ്പ് എന്ന വാദ്യമാണ് പടയണിക്ക് മുഖ്യമായി ഉപയോഗിക്കാറുള്ളത്. തുള്ളൽ ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ചൂടുപിടിപ്പിച്ച് ഉപയോഗിക്കുന്ന ഈ വാദ്യത്തിൻ്റെ നാദം പടയണിക്ക് മാറ്റുകൂട്ടുന്നു. ചുവട് വെച്ചുള്ള നൃത്തത്തിന് പുറമെ നാടകീയമായ ഭാവ അഭിനയവും പടയണിയിൽ അന്തർഭവിച്ചിരിക്കുന്നു. തെയ്യത്തിലെന്ന പോലെ പടയണിയിലും കോലക്കാർ ആ ചടങ്ങിന് മുമ്പ് കർശനമായ വ്രതമനുഷ്ഠിക്കുകയും വിശുദ്ധമായ ചടങ്ങിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നു. ആരാധനാപരമായ ചടങ്ങുകളോടെയാണ് അവർ വേഷം കെട്ടുന്നത്. പ്രകൃതി വസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ചായക്കൂട്ടുകൾ കൊണ്ടുള്ള മുഖത്തെഴുത്തും പച്ചപ്പാള തുടങ്ങിയവ കൊണ്ട് നിർമ്മിച്ച മുടിയുമാണ് കോലക്കാരുടെ മുഖ്യമായ ചമയ ഉപാധികൾ. ഒരു കോലം കെട്ടിയ നർത്തകൻ ആ വേഷത്തിന് ആധാരമായ കഥാപാത്രത്തിൻ്റെ ഭാവത്തിന് പുറമെ പ്രസക്തമായ ഒരു കഥയിലെ മറ്റു കഥാപാത്രങ്ങളുടെ ഭാവങ്ങളും കൂടി പാട്ടിൻ്റെ സന്ദർഭത്തിനനുസരിച്ച് മുഖസ്തോഭങ്ങളിൽ അഭിനയിച്ചു കാട്ടുന്നു. ഈ പകർനാട്ടം പടയണിയെ അത്യന്തം നാടകീയമാക്കുന്നു. കാലൻ കോലം, ഭൈരവൻ കോലം, ഭൈരവി കോലം, ഗണപതി കോലം, യക്ഷിക്കോലം, ഗന്ധർവൻ കോലം എന്നിങ്ങനെ ഉജ്ജ്വല രൂപത്തിലുള്ള പല വേഷങ്ങളും പടയണിയിൽ അവതരിപ്പിക്കാറുണ്ട്. പടയണിയോടനുബന്ധിച്ചല്ലാതെ ദേവീക്ഷേത്രങ്ങളിലും ഗ്രഹങ്ങളിലും നടത്താറുള്ള കോലം തുള്ളലുകളിൽ ഭദ്രകാളി, ഭൈരവി, രക്തചാമുണ്ഡി, യക്ഷി തുടങ്ങിയ ദേവതകളുടെയും ഭൈരവൻ, വീരഭദ്രൻ, ചാത്തൻ, മറുത തുടങ്ങിയ ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും കോലങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. സ്ത്രീകളെ ബാധിക്കുന്ന ബാധ ഉപദ്രവം ഒഴിവാക്കാനാണ് ഗ്രഹങ്ങളിൽ കോലം തുള്ളൽ നടത്തുന്നത്. കോലങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഗണകന്മാർ പൂക്കളമിട്ട് പാട്ടുപാടും. കരി, മഞ്ഞൾ തുടങ്ങിയ പ്രകൃതി വസ്തുക്കൾ കൊണ്ട് ചിത്രീകരിച്ച ദേവതാ മുഖചിത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഉടുക്കിൻ്റെയും മദ്ദളത്തിൻ്റെയും മറ്റും താളത്തിനൊത്ത് കോലക്കാർ തുള്ളുന്നു. ഗണകന്മാർ ആ സമയത്ത് പാട്ടുകൾ പാടുന്നു. യക്ഷിക്കോലം, പക്ഷിക്കോലം, കാലൻ കോലം, മാടൻ കോലം എന്നിങ്ങനെ വിവിധ കോലങ്ങൾ പ്രചാരത്തിലുണ്ട്. ഇത് പടയണി എന്ന കലാരൂപത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.